ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും BYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. കാറ്റഗറി നമ്പർ 71/2022 10th പ്രിലിംസിന്റെ 4th സ്റ്റേജിലെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. 55 ക്വസ്റ്റ്യൻസ് വരെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. 56 മുതൽ 80 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യന്റെ PDF ആവശ്യമുള്ളവര് BYQ സ്റ്റഡി സ്റ്റുഡിയോ എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. അതിൽ ഇതിന്റെ PDF അവൈലബിൾ ആയിരിക്കും. 56ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവാര്? മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? മന്നത്ത് പത്മനാഭൻ. ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണേത്? വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30-നാണ്. അവസാനിച്ചതെന്നാ? 1925 നവംബർ 23-ന്. 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത്. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളായിരുന്നു. അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിഭായിയും ആയിരുന്നു. 1924 നവംബർ 1-നാണ് മന്നത്ത് പത്മനാഭൻ വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത്. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചതാരാ? അത് EV രാമസ്വാമി നായ്ക്കറാണ്. EV രാമസ്വാമി നായ്ക്കർ അറിയപ്പെടുന്നത് വൈക്കം ഹീറോ എന്നാണ്. വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. 1925 ഗാന്ധിജി രണ്ടാമതായിട്ട് കേരളം സന്ദർശിക്കുന്നുണ്ട് അല്ലെ? 1925 ഗാന്ധിജി രണ്ടാമതായിട്ട് കേരളം സന്ദർശിച്ചത് ഈ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചിട്ടാണ്. 57ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി? ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ. ആരാണ്? വക്കം അബ്ദുൽ ഖാദർ. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായിട്ട് INA-യിൽ ചേർന്ന വീരനായ മലയാളിയായിരുന്നു ആര്? വക്കം അബ്ദുൽ ഖാദർ. 1943 സെപ്റ്റംബറിലാണ് ഇദ്ദേഹത്തെ തൂക്കിലേറ്റുന്നത്. വക്കം അബ്ദുൽ ഖാദറിനെ തൂക്കിലേറ്റുന്നത് എന്നാണ്? 1943 സെപ്റ്റംബറിൽ. ഇനി കാബൂൾ ആസ്ഥാനമാക്കി രാജാ മഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിലെ വിദേശകാര്യമന്ത്രിയായിരുന്ന മലയാളിയാണ് ആര്? ചമ്പകരാമൻ പിള്ള. കാബൂൾ ആസ്ഥാനമാക്കി രാജാ മഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിലെ വിദേശകാര്യമന്ത്രിയായിരുന്നു ചമ്പകരാമൻ പിള്ള. ജർമ്മനിയിലെ ദേശീയ കക്ഷിയിൽ അംഗത്വമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ചമ്പകരാമൻ പിള്ള. ഇദ്ദേഹത്തെ നാസികൾ പിടികൂടി വധിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. നാസികൾ പിടികൂടി വധിച്ചു എന്ന് കരുതപ്പെടുന്ന മലയാളിയാണ് ആര്? ചമ്പകരാമൻ പിള്ള. 58ാമത്തെ ക്വസ്റ്റ്യൻ. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിന്റെ സാമൂഹിക പരിഷ്കർത്താവാര്? വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിന്റെ സാമൂഹിക പരിഷ്കർത്താവ് അയ്യൻകാളിയാണ്. ആരാണ്? അയ്യൻകാളി. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിത് വംശജനാണ് അയ്യൻകാളി. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിത് വംശജനാണ് ആര്? അയ്യൻകാളി. 1911 ഡിസംബർ 5-നാണ് ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത്. 1911 ഡിസംബർ 5-ന്. തുടർച്ചയായിട്ട് 28 വർഷം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന നവോത്ഥാന നായകൻ ആരാണ്? അയ്യൻകാളി തന്നെയാണ്. തുടർച്ചയായിട്ട് 28 വർഷം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന നവോത്ഥാന നായകനായിരുന്നു അയ്യൻകാളി. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായിട്ട് വിശേഷിക്കപ്പെടുന്നത് ഇദ്ദേഹത്തെയാണ്. അയ്യൻകാളിയെ പുലയരുടെ രാജാവെന്ന് വിശേഷിപ്പിച്ചത് ആരാ? അയ്യൻകാളിയെ പുലയരുടെ രാജാവെന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. 59ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആര്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാട്. നമ്പൂതിരി സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. 1931 തൃശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ യാചനായാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? VT ഭട്ടതിരിപ്പാടാണ്. എന്നാണ്? 1931 തൃശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ യാചനായാത്ര നടത്തി. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ ഏതാ? VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ കണ്ണീരും കിനാവും അല്ലെ? ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. 60ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചതാര്? വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ലെന്നും എല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണെന്നും സമർത്ഥിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ഏത്? വേദാധികാര നിരൂപണം. വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ലെന്നും എല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണെന്നും സമർത്ഥിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. അതുപോലെ പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയെന്ന പുരാവൃത്തത്തെ എതിർക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാ? അത് പ്രാചീന മലയാളം. പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയെന്ന പുരാവൃത്തത്തെ എതിർക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയായിരുന്നു പ്രാചീന മലയാളം. ഇദ്ദേഹത്തിന്റെ മറ്റു കൃതികൾ ഏതൊക്കെയാണ്? മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമതഛേദനം, ആദിഭാഷ, നിജാനന്ദ വിലാസം, അദ്വൈത ചിന്താ പദ്ധതി തുടങ്ങിയവയെല്ലാം ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. അദ്വൈത ചിന്താ പദ്ധതി, നിജാനന്ദ വിലാസം, മോക്ഷപ്രദീപ ഖണ്ഡനം, ആദിഭാഷ, ക്രിസ്തുമത ഛേദനമൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 61. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഏത്? ഇൻസുലിൻ. ഓപ്ഷൻ ബി, ഇൻസുലിൻ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എത്രയാണ്? അത് 70 to 110 mg/100 ml ആണ്. 70 മുതൽ 110 mg/100 ml ആണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ്. ഈ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് സ്ഥിരമായി നിലനിർത്തുന്ന ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് സ്ഥിരമായി നിലനിർത്തുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? ഇൻസുലിനും ഗ്ലൂക്കഗോണും. പാൻക്രിയാസിൽ കാണപ്പെടുന്ന കോശ സമൂഹമാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്. പാൻക്രിയാസിൽ കാണപ്പെടുന്ന കോശ സമൂഹമാണ് ഏത്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഏത്? ഗ്ലൂക്കഗോൺ. അതുപോലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഗ്ലൂക്കോണിന്റെ ധർമ്മം എന്താണ്? കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുക, അല്ലെ? കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോണാണ് ഏത്? ഗ്ലൂക്കഗോൺ. ഇൻസുലിനോ? കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാ? ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക്. ഏതാണ്? സിങ്ക്. 62ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് ഏത്? O ഗ്രൂപ്പ്. ഏതാണ്? O ഗ്രൂപ്പ്. സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാ? അത് AB ഗ്രൂപ്പ്. സാർവിക സ്വീകർത്താവ് AB ഗ്രൂപ്പ്. രക്തഗ്രൂപ്പ് കണ്ടെത്തിയത് ആരാ? രക്തഗ്രൂപ്പ് കണ്ടെത്തിയത് കാർൽ ആൻഡ് സ്റ്റെയ്നർ. ആരാണ്? കാർൽ ആൻഡ് സ്റ്റെയ്നർ. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രക്തഗ്രൂപ്പാണ് O പോസിറ്റീവ്. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് O പോസിറ്റീവ് ആണ്. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് O ഗ്രൂപ്പ് എന്ന് പറയുന്നത്. O ഗ്രൂപ്പിൽ ആരില്ല? ആന്റിജൻ ഇല്ല. ആന്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് ഏത്? AB ഗ്രൂപ്പ്. AB ഗ്രൂപ്പില് ആന്റിബോഡി ഇല്ല. ആദ്യമായി നിർമ്മിച്ച കൃത്രിമ രക്തം ഏതാ? ആദ്യമായി നിർമ്മിച്ച കൃത്രിമ രക്തമാണ് ഹീമോപ്യുവർ. ഏതാണ്? ഹീമോപ്യുവർ. ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1. ലോക രക്തദാന ദിനം ജൂൺ 14. ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1. ലോക രക്തദാന ദിനം ജൂൺ 14. 63ാമത്തെ ക്വസ്റ്റ്യൻ. വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഏതാണ്? ടൈഫോയിഡ്. കുഷ്ഠരോഗവുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റുകളാണ് ഏതൊക്കെ? ഹിസ്റ്റാമിനും ലെപ്രോമിനും ഒക്കെ. കുഷ്ഠരോഗവുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റുകളാണ് ഹിസ്റ്റാമിൻ, ലെപ്രോമിനും ടെസ്റ്റുകൾ. ഇനി ക്ഷയരോഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടെസ്റ്റാണ് മാൻഡോക്സ് ടെസ്റ്റ്. ക്ഷയരോഗവുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റ് ഏതാണ്? മാൻഡോക്സ് ടെസ്റ്റ്. 64ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലിൽ എത്ര അസ്ഥികളുണ്ട്? മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലിൽ എത്ര അസ്ഥികളുണ്ട്? 24 അസ്ഥികൾ. എത്രയാണ്? 24 അസ്ഥികൾ.
ശ്വാസകോശം, ഹൃദയം എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥിയാണ് ഏത്? വാരിയെല്ല് അല്ലെ. ശ്വാസകോശം, ഹൃദയം എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥികളാണ് വാരിയെല്ലുകൾ. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാ? ആകെ അസ്ഥികളുടെ എണ്ണം 206. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഫീമർ. ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ്. ഏതാണ് ഏറ്റവും വലുത്? ഫീമർ അഥവാ തുടയെല്ല്. ഏറ്റവും ചെറിയ അസ്ഥിയാണ് ഏത്? സ്റ്റേപ്പിസ്. ചെവിക്കുള്ളിലെ മധ്യകർണത്തിൽ കാണപ്പെടുന്ന മാലിയസ് ഇൻഗസ് സ്റ്റേപ്പിസ്, അതിലെ സ്റ്റേപ്പിസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ആണ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ. അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ലോഹമാണ് കാൽസ്യം. അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ലോഹം ഏതാണ്? കാൽസ്യമാണ്. അസ്ഥികളെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളാണ് റിക്കറ്റ്സ്, ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപൊറോസിസ്, ഓസ്റ്റിയോമലേഷ്യ തുടങ്ങിയവ. പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണ് അസ്ഥികളെ ബാധിക്കുന്ന? റിക്കറ്റ്സ്, ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപൊറോസിസ്, ഓസ്റ്റിയോമലേഷ്യ. 65ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം. ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം ഡി. ഏതാണ്? ജീവകം ഡി. എല്ലിന്റെയും പല്ലിന്റെയും ഒക്കെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ജീവകമാണ് ഏത്? ജീവകം ഡി. ജീവകം ഡിയുടെ ശാസ്ത്രനാമമാണ് കാൽസിഫെറോൾ. ശാസ്ത്രീയനാമം ഏതാണ്? കാൽസിഫെറോൾ. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. എങ്ങനെ അറിയപ്പെടുന്നു? സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകമാണ് ഏത്? ജീവകം ഡി. പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത ജീവകമാണ് ജീവകം ഡി. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് ഏത്? ജീവകം ഡി. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം ഡി. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. 67ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാസസ്ഥലത്തിനായി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? വാസസ്ഥലത്തിനായി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് ഏത്? എപ്പിഫൈറ്റുകൾ. എപ്പിഫൈറ്റുകൾ. ഇനി ഇവിടെ പരാത സസ്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. എന്താണ് പരാത സസ്യങ്ങൾ? മറ്റ് സസ്യങ്ങളിൽ വളരുകയും ആഹാരവും ജലവും അവയിൽ നിന്ന് വലിച്ചെടുത്ത് ജീവിക്കുകയും ചെയ്യുന്ന സസ്യങ്ങളാണ് ഏത്? പരാത സസ്യങ്ങൾ. അർദ്ധപരാതവും ഉണ്ട്, പൂർണ്ണപരാതങ്ങളും ഉണ്ട്. മറ്റു സസ്യങ്ങളിൽ വളരുകയും ആഹാരവും ജലവും അവയിൽ നിന്ന് വലിച്ചെടുത്ത് ജീവിക്കുകയും ചെയ്യുന്ന സസ്യങ്ങളാണ് പരാത സസ്യങ്ങൾ. അർദ്ധപരാതങ്ങളും ഉണ്ട്, പൂർണ്ണപരാതങ്ങളും ഉണ്ട്. ഇനി ഇവിടെ ശവോപജീവികൾ തന്നിട്ടുണ്ട്. എന്താണ് ശവോപജീവികൾ? ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് ശവോപജീവികൾ. ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് ശവോപജീവികൾ. ഇനി ആരോഹികൾ എന്താ? മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലകാന്ഡ സസ്യങ്ങളാണ് എന്ത്? ആരോഹികൾ. മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലകാന്ഡ സസ്യങ്ങളാണ് ആരോഹികൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 68ാമത്തെ ക്വസ്റ്റ്യൻ. ഭൂകാണ്ഡത്തിന് ഉദാഹരണം ഏതാണ്? ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് ഭൂകാണ്ഡത്തിന് ഉദാഹരണമാണ് അല്ലെ. മണ്ണിനടിയിൽ കാണപ്പെടുന്ന രൂപാന്തരം പ്രാപിച്ച കാണ്ഡങ്ങളാണ് എന്ത്? ഭൂകാണ്ഡങ്ങൾ എന്ന് പറയുന്നത്. ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, മഞ്ഞളൊക്കെ ഭൂകാണ്ഡത്തിന് ഉദാഹരണമാണ്. ഇനി വേരിൽ ആഹാരം സംഭരിച്ചു വെക്കുന്നവയാണ് എന്ത്? സംഭരണ വേരുകൾ. വേരിൽ ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്നവയാണ് സംഭരണ വേരുകൾ. മരച്ചീനി, മധുരക്കിഴങ്ങ്, ക്യാരറ്റ് ഒക്കെ സംഭരണ വേരുകൾക്ക് ഉദാഹരണങ്ങളാണ്. 69ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പയർവർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏതാണ്? തന്നിരിക്കുന്നതിൽ പയർവർഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഹരിതയാണ്. ഹരിത എന്ന് പറയുന്നത് വഴുതനയുടെ സങ്കരയിനം വിത്താണ്. വഴുതനയുടെ സങ്കരയിനം വിത്താണ് ഏത്? ഹരിത. ജ്യോതിക, ലോല, മാലികയൊക്കെ പയറിന്റെ സങ്കരയിനം വിത്തുകളാണ്. അടുത്തത്, ചന്ദ്രശങ്കര എന്ന സങ്കരയിനം തെങ്ങ് ഏത് ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ചന്ദ്രശങ്കര എന്ന സങ്കരയിനം തെങ്ങ് ഏതിനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ചാവക്കാട് ഓറഞ്ച് ഇൻറ്റു വെസ്റ്റ് കോസ്റ്റ് ടോള്. ഓപ്ഷൻ ബി. ചാവക്കാട് ഓറഞ്ച് ഇൻറ്റു വെസ്റ്റ് കോസ്റ്റ് ടോളും കൂടെ ചേർത്തിട്ടാണ് എന്തുണ്ടാക്കിയേക്കുന്നത്? ചന്ദ്രശങ്കര എന്ന സങ്കരയിനം തെങ്ങ് ഉണ്ടാക്കിയേക്കുന്നത്. ലക്ഷദ്വീപ് ഓർഡിനറി ഇൻറ്റു ചാവക്കാട് ഓറഞ്ച് എന്താ? അത് ചന്ദ്രലക്ഷയാണ്. ലക്ഷദ്വീപ് ഓർഡിനറി ചാവക്കാട് ഓറഞ്ചും കൂടെ ചേർത്തതാണ് ഏത്? ചന്ദ്രലക്ഷ. ഇനി ലക്ഷദ്വീപ് ഓർഡിനറി ഇൻറ്റു ഗംഗാബോന്തം.
ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാബോധവും കൂടി ചേർത്തിട്ടുള്ളതാണ് ഏത്? ലക്ഷഗംഗ. അത് ലക്ഷഗംഗയാണ്. 71ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം? തന്നിരിക്കുന്നതിൽ ഐസോടോപ്പുകൾ ഏതൊക്കെയാണ്? 2 ഉം 4 ഉം. ഓപ്ഷൻ ബി 2 ഉം 4 ഉം ആണ് ഇതിൽ ഐസോടോപ്പ് എന്ന് പറയുന്നത്. ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഐസോടോപ്പ് കണ്ടെത്തിയത് ആരാ? ഫ്രെഡറിക് സോഡിയാണ്. ഐസോടോപ്പ് കണ്ടെത്തിയത് ഫ്രെഡറിക് സോഡിയാണ്. ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകമാണ് ഇത്? ടിൻ എന്ന് പറയുന്നത്. ടിന്നിന് എത്ര ഐസോടോപ്പ് ഉണ്ട്? 10 ഐസോടോപ്പ്. ടിന്നിന്റെ ഐസോടോപ്പുകളുടെ എണ്ണം എത്രയാണ്? 10. 72ാമത്തെ ക്വസ്റ്റ്യൻ. ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ അയിരാണ്. അലൂമിനിയത്തിന്റെ അയിരാണ് ഏത്? ബോക്സൈറ്റ്. ഇവിടെ ചെമ്പ് തന്നിട്ടുണ്ട്. ചെമ്പിന്റെ അയിരുകൾ ഏതൊക്കെയാണ്? കുപ്രൈറ്റ്, മാലക്കൈറ്റ് തുടങ്ങിയവയാണ് ചെമ്പിന്റെ അയിര്. ഇരുമ്പിന്റെ ആണ് ഏതൊക്കെ? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. സിങ്കിന്റെ അയിരുകളാണ് സിങ്ക് ബ്ലെൻഡും കലാമിൻ. അലൂമിനിയത്തിന്റെയാണ് ബോക്സൈറ്റ്, ചെമ്പിൻ്റെത് കുപ്രൈറ്റും മാലക്കൈറ്റും, ഇരുമ്പിൻ്റെത് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിങ്കിൻ്റെത് സിങ്ക് ബ്ലെൻഡ്, കലാമിൻ. 73ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞനാര്? മൂലകങ്ങളെ അവയുടെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞനാണ് ആര്? മോസ്ലി, ഹെൻറി മോസ്ലി. ഓപ്ഷൻ സി. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാണ് ആര്? ഹെൻറി മോസ്ലി. ഇനി മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് മെൻഡലിയേവ്. മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് മെൻഡലിയേവ്. അദ്ദേഹമാണ് ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ആരാ? മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ചതാണ് ആര്? ലാവോസിയർ. ഇനി റൂദർഫോർഡിനെ തന്നിട്ടുണ്ട്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞനാണ് റൂദർഫോർഡ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞനാണ് ആര്? റൂദർഫോർഡ്. 74ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 3 അല്ലെ? ഓപ്ഷൻ സി 3. ജലത്തിന്റെ രാസസൂത്രം H2O. അപ്പൊ ഹൈഡ്രജനിലെ 2 ആറ്റങ്ങൾ, ഓക്സിജനിലെ 1 ആറ്റം, മൊത്തം 3 ആറ്റങ്ങൾ. ജലത്തിന്റെ രാസനാമം എന്താ? ഡൈ ഹൈഡ്രജൻ ഓക്സൈഡ്. ഡൈ ഹൈഡ്രജൻ ഓക്സൈഡ്. ജലത്തിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് 2:1. ജലത്തിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അനുപാതം 2:1. ജലം ഒരു സംയുക്തമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാ? ഹെൻറി കാവൻഡിഷ്. ജലം ഒരു സംയുക്തമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറി കാവൻഡിഷ്. ഇനി ജലത്തിലെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതം ഏതാ? ജലത്തിലെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് 1:8. അതായത് ഹൈഡ്രജന്റെ മാസ് 1. അപ്പോ എത്ര ജലത്തിൽ എത്ര ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പം 2:1 2 എന്ന് പറയും. പിന്നെ ഓക്സിജന്റെ മാസ് എത്രയാ? 16. അപ്പൊ 2:16 ആണ് അനുപാതം വരുന്നത്. അതിനെ വെട്ടി ചെറുതാക്കുമ്പോൾ 1:8 എന്ന് വരും. 75ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിന്റെ രാസസൂത്രം ഏതാണ്? ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിന്റെ രാസസൂത്രം ഏതാണ്? സോഡിയം ബൈകാർബണേറ്റ് അല്ലെ? സോഡിയം ബൈകാർബണേറ്റ് NaHCO3 ആണ് ബേക്കിംഗ് സോഡയുടെ രാസസൂത്രം. NaHCO3. ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് എന്താണ്? അപ്പക്കാരമാണ്. സോഡിയം ബൈകാർബണേറ്റ് NaHCO3. ഇനി ഇവിടെ Na2CO3 തന്നിട്ടുണ്ട്. അതെന്താണ്? അത് സോഡിയം കാർബണേറ്റ് ആണ്. അത് വാഷിംഗ് സോഡ അഥവാ അലക്കുകാരം. വാഷിംഗ് സോഡ അഥവാ അലക്കുകാരമാണ് സോഡിയം കാർബണേറ്റ്. അതാണ് Na2CO3. NaOH സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അത് കാസ്റ്റിക് സോഡയാണ്. NaOH എന്താണ്? കാസ്റ്റിക് സോഡ, സോഡിയം ഹൈഡ്രോക്സൈഡ്. 76ാമത്തെ ക്വസ്റ്റ്യൻ. ഊർജത്തിന്റെ ഡയമെൻഷണൽ സമവാക്യം എന്താണ്? ഊർജത്തിന്റെ ഡയമെൻഷണൽ സമവാക്യം ml2 T⁻². ഓപ്ഷൻ ബി ml2 T⁻² ആണ് ഊർജത്തിന്റെ ഡയമെൻഷണൽ സമവാക്യം. ഈ ഡയമെൻഷണൽ സമവാക്യത്തില് നീളത്തിനെ
ക്യാപിറ്റൽ ലെറ്റർ L കൊണ്ടും മാസ് അഥവാ പിണ്ഡത്തെ ക്യാപിറ്റൽ ലെറ്റർ M കൊണ്ടും സമയത്തെ ടൈമിനെ ക്യാപിറ്റൽ ലെറ്റർ T കൊണ്ടുമാണ് സൂചിപ്പിക്കുന്നത്. നീളത്തെ L, മാസ് അഥവാ പിണ്ഡത്തിന് M, സമയത്തിന് T. 77ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ തിളനില എത്ര? ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ തിളനില എത്രയാണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റ്. ജലത്തിന്റെ തിളനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ? സെൽഷ്യസിൽ നമുക്കറിയാം 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസിനെ നമുക്ക് എന്താക്കാം? ഫാരൻഹീറ്റിലോട്ട് മാറ്റാം. സെൽഷ്യസിനെ ഫാരൻഹീറ്റിലോട്ട് മാറ്റാനായിട്ട് 9/5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പൊ 100നെ 9/5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 180 എന്ന് കിട്ടും. ആ 180നോട് കൂടി 32 കൂടെ ആഡ് ചെയ്യണം. അപ്പോഴാണ് ഫാരൻഹീറ്റിലേക്ക് കിട്ടുന്നത്. അപ്പൊ 180ന്റെ കൂടെ 32 ആഡ് ചെയ്യുമ്പോൾ 212 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് ജലത്തിനാണ്. ഓപ്ഷൻ സി, ജലം. എന്താണ് വിശിഷ്ട താപധാരിത? 1 കിലോഗ്രാം മാസുള്ള ഒരു പദാർത്ഥത്തിന്റെ താപനില 1 കെൽവിൻ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപത്തിന്റെ അളവാണ് എന്ത്? വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത്. 1 കിലോഗ്രാം മാസുള്ള ഒരു പദാർത്ഥത്തിന്റെ താപനില 1 കെൽവിൻ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപത്തിന്റെ അളവാണ് വിശിഷ്ട താപധാരിത. വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. യൂണിറ്റ് ഏതാണ്? ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥമാണ് ഏത്? ജലം. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥമാണ് ജലം. ജലത്തിന്റെ വിശിഷ്ട താപധാരിത 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. ജലത്തിന്റെ വിശിഷ്ട താപധാരിത എത്രയാണ്? 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ ആണ്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? അത് ഹൈഡ്രജൻ. 79ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഡാഷ് ആണ്. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഗുരുത്വബലമാണ്. ഓപ്ഷൻ എ, ഗുരുത്വബലം. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കൂടിയത് ഏതാണ്? അത് പ്രബല ആണവ ബലമാണ്. ഏറ്റവും ശക്തി കുറഞ്ഞത് ഗുരുത്വബലം, ഏറ്റവും ശക്തി കൂടിയത് പ്രബല ആണവ ബലം. 80ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യന്റെ ശ്രവണ പരിധി എത്ര? മനുഷ്യന്റെ ശ്രവണ പരിധി എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് അല്ലെ? ഓപ്ഷൻ ഡി, 20 ഹെർട്സ് ടു 20,000 ഹെർട്സ് ആണ് മനുഷ്യന്റെ ശ്രവണ പരിധി. 20 ഹെർട്സ് ടു 20 കിലോ ഹെർട്സ് എന്നും പറയാം. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ 4th സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത ദിവസം 5th സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ PDF ആവശ്യമുള്ളവര് PYQ സ്റ്റഡി സ്റ്റുഡിയോ എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതിൽ ഞാൻ PDFും ഫൈനൽ ആൻസർ കീയും അപ്ലോഡ് ചെയ്തേക്കാം. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.